പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്തു മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസുകാരെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചതായി ആരോപണം. പ്രതികളായ 6 കോൺഗ്രസ് പ്രവർത്തകർക്കും വെള്ളിയാഴ്ച ജാമ്യം ലഭിച്ചിരുന്നു. കണ്ടന്തറയിലെ സോഡ കമ്പനിയിൽ ജോലി തേടിയെത്തിയ യുവാക്കൾക്കാണ് കഴിഞ്ഞ ദിവസം ക്രൂരമർദ്ദനമേറ്റത്. തൂഫാൻ വാരിയേഴ്സായ 4 പേർ ഉൾപ്പെടെ ആൾക്കൂട്ടമർദ്ദനം നടത്തിയ 6 കോൺഗ്രസ് പ്രവർത്തകർക്കാണ് അറസ്റ്റിലായി തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യം ലഭിച്ചത്. ഇതിൽ 4 പേരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അറസ്റ്റിലായ 6 പേരിൽ ഷെരീഫ്, സാജിത്ത്, ഷമീർ, റഫീഖ് എന്നീ 4 പേരാണ് തൂഫാൻ വാരിയേഴ്സ്. കൂടാതെ മാഹിൻകുട്ടി, അൻവർ എന്നിവർ സജീവ കോൺഗ്രസ് പ്രവർത്തകരുമാണ്. 4 പേർ ആഭ്യന്തരമന്ത്രിയുടെ തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് ഉള്ളവരാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. നിസ്സാര വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തതാണ് ഇവർക്കെല്ലാം ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയതെന്ന് യുവാക്കളുടെ ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട്. ബുധനാഴ്ച പെരുമ്പാവൂർ കണ്ടന്തറയിലെ സോഡ ഫാക്ടറിയിൽ ജോലി തേടിയെത്തിയ 3 യുവാക്കളാണ് അതിക്രൂരമായ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായത്. മഞ്ഞപ്പെട്ടി സ്വദേശികളായ ഗോകുൽ, അൽഫാസ്, കണ്ടന്തറ സ്വദേശി ആൽബി എന്നിവരാണ് ആക്രമണത്തിനിരയായത്. ബൈക്കിന്റെ താക്കോലൂരിയെടുത്ത പ്രതികൾ പോലീസിനെയോ ബന്ധുക്കളെ വിളിക്കാൻ അനുവദിക്കാതെ യുവാക്കളുടെ മൊബൈൽ ഫോണുകളും ബലമായി പിടിച്ചുവാങ്ങി. യുവാക്കളെ പരസ്യമായി നടുറോഡിൽ മുട്ടുകുത്തിയിരുത്തിയ ശേഷം തല മുണ്ടനം ചെയ്തു. പിന്നീട് ഫാക്ടറിക്കുള്ളിലെ മുറിയിലടച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവാക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്വേഷണത്തിൽ പ്രതികൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് വ്യക്തമായതോടെ പോലീസ് മൃദു സമീപനം സ്വീകരിച്ചു. എളുപ്പത്തിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. മർദ്ദനമേറ്റ യുവാക്കളും ബന്ധുക്കളും വൈകാതെ പരസ്യമായി പ്രതികരിക്കാനും സാധ്യതയുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.